വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ BSc നേഴ്സിംഗ് ഇൻ ജിപ്മറിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഫുൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ എന്താണ് ജിപ്മർ എന്നും അതേപോലെ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സസ്, എലിജിബിലിറ്റി, കോഴ്സ് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അവിടുത്തെ ഫീസ് ഡീറ്റെയിൽസ്, ഹോസ്റ്റൽസിനെ പറ്റി, ജോബ് ചാൻസസിനെ പറ്റി ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. ജിപ്മർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ജിപ്മർ. എയിംസ് ഡൽഹിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ എന്ന് പറയുന്നത്. ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പുതുച്ചേരിയിലാണ്. ഇനി അവിടുത്തെ ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയാം. മെഡിക്കൽ കോളേജ്, അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കോഴ്സസ് എല്ലാം ഒരുമിച്ചുള്ള ഒരു വലിയ ക്യാമ്പസാണ് ജിപ്മർ. അതേപോലെ തന്നെ ജിപ്മറിൽ നിന്ന് പഠിച്ച് പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും അതേപോലെ എബ്രോഡിലും നേഴ്സിംഗ് ജോബ്സ് വളരെയധികം എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. ഈ എലിജിബിലിറ്റിനെ കുറിച്ച് പറയാം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏജ് എന്ന് പറയുമ്പോൾ 2025 ഡിസംബർ 31 മുൻപായി തന്നെ കുറഞ്ഞതും 17 വയസ്സുണ്ടായിരിക്കണം. പ്രായപരിധിയില്ല. 17 വയസ്സ് തൊട്ട് അങ്ങോട്ട് എല്ലാവരും എലിജിബിളാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പതുക്കെ പറയുന്നതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും തന്നെ കേൾക്കുക. ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഏതാണ് വീഡിയോ വേണ്ടതെന്നും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ലെവലിനെ പറ്റി പറയാം. അപ്പോൾ +2 ബയോസയൻസ് ആയിരിക്കണം എടുത്തിരിക്കേണ്ടത്. അതേപോലെ തന്നെ +2 പാസ്സായിരിക്കണം. ഇനി ഞാൻ ഓരോ കാറ്റഗറിയുടെയും മാർക്ക് പറയാം. ജനറൽ ഓർ EWS കാറ്റഗറിക്ക് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് വേണ്ടതാണ്. അതേപോലെ ഇനി OBC SC ST കാറ്റഗറിക്ക് 40% ആണ് പറഞ്ഞിരിക്കുന്നത്. PWD കാറ്റഗറിക്ക് 45% ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ബേസിസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 22 വരെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കാണും. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാത്തവർക്ക് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതിനകം അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ കൗൺസിലിങ്ങിലും അഡ്മിഷനിലും പങ്കെടുക്കാൻ കഴിയൂ. അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയവർക്ക് ഇനി 2026 ബാച്ചിനെ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ. jipmer.edu.in സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ജിപ്മറിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, കൗൺസിലിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അതേപോലെ ഈ വർഷം അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് മെറിറ്റ് ലിസ്റ്റ് ഓർ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2025 ഒക്ടോബർ 8 അപ്പോൾ ഒക്ടോബർ 8 എല്ലാവരും തന്നെ ആ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് നോക്കേണ്ടതാണ്. ഇനിയും കൗൺസിലിംഗ് പ്രോസസ്സിനെ പറ്റി പറയാം. അപ്പോൾ കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് അഡ്മിഷനിൽ സീറ്റ് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെലക്ഷനാണ് ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണ് ഇത്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ പിന്നീട് ഓൺലൈൻ രജിസ്ട്രേഷൻ, അതുപോലെ ചോയ്സ് ഫില്ലിംഗ്, സീറ്റ് അലോട്ട്മെൻറ്റ്, പ്രൊഫഷണൽ സീറ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, അതേപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഫീ പേയ്മെൻറ്റ് ആൻഡ് അഡ്മിഷൻ കൺഫർമേഷൻ, പിന്നെ ഫർദർ റൗണ്ട്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഞാൻ ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് ജിപ്മർ ഒരു മെറിറ്റ് ലിസ്റ്റ് റിലീസ് ചെയ്യുന്നത്.
എലിജിബിളായ എല്ലാ വിദ്യാർത്ഥികളുടെ പേരുകളും ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാകും. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ ഓരോ വിദ്യാർത്ഥികളും ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ചിലപ്പോൾ അതിനുള്ള പ്രോസസ്സിംഗ് ഫീ പേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ചോയ്സ് ഫില്ലിംഗ് ആണ്. അവിടെ വിദ്യാർത്ഥികൾക്ക് ഏതാണ് കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സീറ്റ് അലോട്ട്മെൻറ്റിൽ നീറ്റ് റാങ്ക് പ്ലസ് റിസർവേഷൻ കോട്ട പ്ലസ് സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചാണ് സീറ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. പ്രൊവിഷണൽ സീറ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നമുക്ക് പോർട്ടലിൽ പേര് വരുന്നതായിരിക്കും പ്രൊവിഷണൽ അഡ്മിഷൻ ലഭിച്ചെന്നുള്ളത്. നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ജിപ്മർ ക്യാമ്പസിൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേ ചെയ്യുന്നതോടുകൂടി അവിടെ അഡ്മിഷൻ കൺഫേം ആവുന്നതാണ്. ഇതിലിനി ഫർദർ റൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടാതിരുന്നവർക്ക് നെക്സ്റ്റ് റൗണ്ടിൽ ചാൻസ് ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ മോപ്പപ്പ് റൗണ്ടിൽ വേക്കൻറ്റ് സീറ്റ് ഫിൽ ചെയ്യുന്നതായിരിക്കും. റിപ്പോർട്ടിംഗ് മിസ് ചെയ്താൽ സീറ്റ് ക്യാൻസൽ ആകുന്നതായിരിക്കും. ഇനി നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയാം. എല്ലാവർക്കും അറിയാമല്ലോ, BSc നഴ്സിങ്ങിന് 4 ഇയേഴ്സ് ആണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 4 ഇയേഴ്സ് പ്ലസ് കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ ടു 4th ഇയർ വരെയുള്ള സിലബസ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ ലോങ്ങായി പോവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു സിലബസ് ഡീറ്റെയിൽസ് ഇവിടെ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സിലബസ് അതേപോലെ പ്രാക്ടിക്കൽ പോസ്റ്റിങ്സിനെ ഒക്കെ പറ്റിയ ഒരു വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനിയും നെക്സ്റ്റ് ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയാം. ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് അവിടെ 5,000 to 10,000 ആണ് പെർ ഇയർ വരുന്നത്. ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് 3,000 to 6,000 ആണ് പെർ ഇയർ വരുന്നത്. അതേപോലെ തന്നെ എക്സാമിൻ്റെയും അതേപോലെ മറ്റ് ചാർജസ് ഒക്കെ അവിടെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വർഷം ആകെ ചിലവ് വരുന്നത് ഏകദേശം ഒരു 15,000 to 20,000 ആ ഒരു റേഞ്ചിലാണ്. അതേപോലെ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ സ്കോളർഷിപ്സിന് ഏതെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SC ST OBC EWS വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇനി ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് പറയുമ്പോൾ എബ്രോഡ് ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇവിടെ ലോ ഫീസാണുള്ളത്. സാധാരണ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവ് ഫീസാണ് ഇവിടെ ഇവർ മേടിക്കുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ജോബ് ചാൻസസ് എബ്രോഡിലൊക്കെ ജോബ് ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് ജിപ്മർ, അതേപോലെ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സസ്, എലിജിബിലിറ്റി, ഫീസ്, ജോബ് ചാൻസസിനെ ഒക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. October 8 മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. എല്ലാവരും തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണെന്ന്. അതേപോലെ ക്ലാസ്സസ് തുടങ്ങുന്ന ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് October 27 ജിപ്മറിൽ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ മെറിറ്റ് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പോസ്റ്റിങ്സിനെ പറ്റിയും അതേപോലെ ഫസ്റ്റ് ഇയർ ടു 4th ഇയർ വരെയുള്ള സിലബസ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.